നിർധന രോഗികളുടെ ചികിത്സയ്ക്കായുള്ള സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലേക്ക്. കോടികൾ കുടിശ്ശികയായതോടെ സ്വകാര്യ ആശുപത്രികൾ പിൻവാങ്ങുന്നു. 400ഓളം സ്വകാര്യ ആശുപത്രികളാണ് പദ്ധതിയുമായി സഹകരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ മാത്രം 100 കോടിയോളം രൂപയാണ് സ്വകാര്യ ആശുപത്രികൾക്ക് സർക്കാർ നൽകാനുള്ളത്. 400ഓളം കോടി രൂപ ചികിത്സ നൽകിയ വകയിൽ കുടിശ്ശികയായി കിടക്കുന്നുണ്ട്. ഒക്ടോബർ 1 ഈ സ്കീമിൽ നിന്ന് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ പിന്മാറാമെന്ന് തീരുമാനിക്കുകയും സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച് 2 മാസത്തിനുള്ളിൽ എല്ലാ കുടിശ്ശികയും തന്നു തീർക്കാം എന്ന് പറയുകയും ചെയ്തെങ്കിൽ പോലും അതിനോട് പ്രതികരിക്കാൻ സർക്കാർ തയ്യാറായില്ല. ചെറിയ സ്ഥാപനങ്ങളൊക്കെ ലോൺ എടുത്തിട്ടാണ് ഈ സ്ഥാപനങ്ങളിലെ സാമ്പത്തികമായ കൈകാര്യം ചെയ്യുന്നത്. ദൈനംദിനം കോസ്റ്റുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 150ഓളം സ്ഥാപനങ്ങൾ ഇന്ന് ഈ സ്കീമിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ദരിദ്ര രേഖയിൽ താഴെയുള്ള കുടുംബങ്ങളുണ്ട്. അവരൊക്കെ ഈ സ്കീമിൽ നിന്ന് സൗജന്യ ചികിത്സ കൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഇത് നിർത്തലാക്കി എന്ന് പറഞ്ഞാൽ ഇത് ഒരു വലിയൊരു പ്രത്യാഘാതങ്ങൾ ആരോഗ്യരംഗത്തുണ്ടാവും. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സമീർ, എന്താണ് ഈ സ്വകാര്യ ആശുപത്രികൾ പറയുന്നത്? വേണു, ഈ കാരുണ്യ ചികിത്സാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 400 കോടി രൂപയാണ് സംസ്ഥാനത്തെ 400ഓളം വരുന്ന സ്വകാര്യ ആശുപത്രികൾക്കായി സംസ്ഥാന സർക്കാർ നൽകാനുള്ളത്. ഇതിൽ നേരത്തെ ഒക്ടോബർ മാസത്തിൽ ഈ സ്വകാര്യ ആശുപത്രി ഉടമകൾ ഇത്രയും തുക കുടിശ്ശികയായ സാഹചര്യത്തിൽ തങ്ങൾ ഈ പദ്ധതി അവസാനിപ്പിക്കുകയാണ് എന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതോടുകൂടി സർക്കാർ ഒരു ചർച്ച നടത്തുകയും 2 മാസത്തിനകം തന്നെ ഈ തുക എല്ലാം തന്നെ നൽകുമെന്നുള്ള ഉറപ്പും ഇവർക്ക് നൽകി. ഇതിന് പിന്നാലെ ഈ പദ്ധതിയുമായി ആശുപത്രി മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ അതിന് പിന്നാലെ ഇപ്പോൾ 2 മാസം പിന്നിട്ടിടും നാമമാത്രമായ ഒരു സംഖ്യ മാത്രമാണ് ഇതുവരെ സ്വകാര്യ ആശുപത്രികൾക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇവരുടെ അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആശുപത്രിയുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോടികളോളം രൂപയാണ് ഓരോ ആശുപത്രി നൽകാനുള്ളത്. അങ്ങനെയെങ്കിൽ അത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കും. ഒപ്പം തന്നെ ലോൺ എടുത്തും മറ്റുമൊക്കെയാണ് പല ആശുപത്രികളും മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പ്രതിസന്ധിയിലാക്കുമെന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പദ്ധതി അവസാനിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. അതോടൊപ്പം തന്നെ നിലവിൽ 150ഓളം ആശുപത്രികൾ ഈ പദ്ധതിയിൽ നിന്നും പിന്മാറുകയും ചെയ്തിട്ടുണ്ട് എന്നും ഇവർ വ്യക്തമാക്കുന്നു. വേണുദിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം, ഈ സ്വകാര്യ ആശുപത്രിയിൽ കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി ഒരു രോഗി ചികിത്സ തേടിയാൽ ആ രോഗി ആശുപത്രിയിൽ നിന്നും ചികിത്സ അല്ലെങ്കിൽ ഡിസ്ചാർജ് ആയി 15 ദിവസത്തിനകം തന്നെ ആ പണം സർക്കാർ ആശുപത്രിക്ക് നൽകുമെന്നുള്ളതായിരുന്നു ഇതിലൊരു വ്യവസ്ഥ. എന്നാൽ മാസങ്ങളായി ഈ പണം കുടിശ്ശികയായി കിടക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു വരേണ്ട ഒരു കാര്യം, ഇതിൽ സാധാരണക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഇത്തരം സ്വകാര്യ ആശുപത്രികളായിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആരോഗ്യ പദ്ധതികളോട് സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാരുണ്യ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് പറയുന്നത് കേന്ദ്ര ഫണ്ടിന്റെ അല്ലെങ്കിൽ ഒരു കുറവും അതോടൊപ്പം തന്നെ രോഗികൾ ഗണ്യമായി വർദ്ധിച്ചതുമാണ് ഈ ഒരു ഫണ്ട് വിനിയോഗത്തിൽ അല്ലെങ്കിൽ ഫണ്ട് നൽകാനുള്ള തടസ്സം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത്. വേണോ, സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.